നാശം. എന്തോരം വർക്കാ ചെയ്യാനുള്ളത്. ഇതെപ്പോ പഠിക്കാനിരുന്നു ഞാൻ, എന്നിട്ടും എവിടെയും എത്തിയില്ലല്ലോ. രാവിലെ എഴുന്നേറ്റാൽ സ്കൂള്, വൈകുന്നേരം ട്യൂഷന്, രാത്രി പഠിപ്പ്. പിന്നെ ഇതെപ്പോ എനിക്കൊന്ന് കളിക്കാൻ സമയം കിട്ടുക? ഫുൾ ടൈം പഠിപ്പ് തന്നെ പഠിപ്പ്. പഠിച്ച് 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 മനുഷ്യന് മടുത്തു. എന്താ മോളെ നീ പിറുപിറുക്കുന്നത്? അതൊന്നുമില്ല പാപ്പ, ഞാൻ ഈ വർക്കൊക്കെ എങ്ങനെയാ ചെയ്യണതെന്ന് നോക്കുന്നതാ. ഹാ, നല്ല കുട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പപ്പയോട് ചോദിച്ചോ കേട്ടോ. ചോദിക്കാം ചോദിക്കാം. ഹേ മനുഷ്യ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? അയൽക്കാരുടെ എന്തെങ്കിലും കുശുമ്പും കുന്നായ്മായിരിക്കും, അതിലെ നിന്റെ അടുത്തുണ്ടാവുക. എന്താ നാടി നിന്ന് കിളിക്കണത്? ഒരു കാര്യം പറയാൻ വന്നാൽ എപ്പോഴും ഉള്ളതാ എന്തെങ്കിലും ഒരു തമാശ. ഹാ, അതൊന്നും അല്ലെങ്കിൽ എന്താ കാര്യം, നീ പറ. പറയണില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ കേൾക്കണ്ട. ആഹാ, അത് നല്ല കൂത്ത്. നീയല്ലേ എന്തോ കാര്യം പറയാൻ വന്നത്, അതിപ്പോ പറയണില്ലേ? ഞാൻ പറയാൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. അപ്പോഴത്തേക്കും ദേഷ്യം പിടിച്ചോ? എന്താ കാര്യം? എന്താണെങ്കിലും നീ പറ. എന്താ, കുടുംബശ്രീയിലെ പ്രസിഡന്റായിട്ട് നിന്നെ അംഗീകരിച്ചോ? അതല്ലെങ്കിൽ നിങ്ങളെല്ലാം അയൽക്കൂട്ടം കൂടെ ഒരു ടൂർ പ്ലാൻ ചെയ്തില്ലേ, അതെപ്പോഴാണെന്ന് തീരുമാനിച്ചോ? എന്താ നിന്റെ കാര്യം? എന്താണെങ്കിലും പറ. ആ, പിന്നെ ഒരു കാര്യം, ടൂർ ആണെങ്കിലേ എന്നോടൊരു നയാ പൈസ ചോദിക്കണ്ട, ഞാൻ തരത്തില്ല. ഇനി അതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട നീ. ഇത് തന്നെയാ ഞാൻ പറയാൻ വന്ന കാര്യം. ഹാ, അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടെയുള്ള ടൂർ ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അതിനു വേണ്ടി കാശ് ചോദിക്കാൻ വന്നതാണല്ലേ നീ? ഹോ അല്ലെന്നേ. അല്ലെങ്കിലും ഇനി ആർക്ക് വേണം നിങ്ങളുടെ പൈസ? ഞാൻ പറയാൻ വന്നതേ ഈ കാര്യം തന്നെയാണ്. നീ കുറെ സമയമായി ആ കാര്യം ഈ കാര്യം എന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു തോല. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നിയമം നിങ്ങൾ കണ്ടില്ലേ? 15-ാം തീയതി മുതലേ KSRTC ബസ് ഫ്രീ ആക്കി. ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ ആണുങ്ങളുടെ സഹായമില്ലാതെ പോകാം. അതിനാ നിയമം വന്നോ? അതാ പറയണത്. ഏത് സമയം ലാപ്ടോപ്പും കുത്തിപ്പിടിച്ചിരുന്നാലേ ലോക വിവരങ്ങളൊന്നും അറിയില്ല നിങ്ങൾ. ഇന്നു മുതലേ ആ നിയമം പാസ്സായി. ഇനി ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകാം. എന്റെ ദൈവമേ, ഇതെവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞാൽ തുടങ്ങും. പൈസ തരില്ല, വേണമെങ്കിൽ പോയാൽ മതി, നിന്നോട് ആരാ പോകാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങൾ. ഇനി അത് കേൾക്കണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മോശകോടന്മാർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. അതിന് ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്യണ്ടല്ലോ. ഞങ്ങളെ ഭരിക്കാൻ വരത്തല്ലേ നിങ്ങളുടെ പണി. കാണിച്ചു തരാം എല്ലാത്തിനും ഞങ്ങൾ. ഒരു ഡ്രൈവിംഗ് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കില്ല. ഇനി എവിടെങ്കിലും പോകണമെന്ന് പറഞ്ഞാലോ എന്റെ കയ്യിൽ പൈസയില്ല. പിന്നെ ഞങ്ങൾ എന്തോട്ട് ചെയ്യാനാ? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ട പോലെ എന്തും ചെയ്യാം, എവിടെയും പോകാം, ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട. ഇനി അഥവാ ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ അപ്പ പറയും തർക്കുത്തരക്കാരിയെന്ന്. ഞങ്ങൾ ആണുങ്ങളെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട എന്ന്. ഇപ്പൊ എന്തായി? എല്ലാത്തിനും ഒരു തീരുമാനമായില്ലേ? ഗവൺമെന്റിന്റെ ഈ ഒരു നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നോക്കിക്കോ മനുഷ്യ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെയൊക്കെ ഈ അഹങ്കാരത്തിന്റെ അവസാനം വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പുതിയ സർക്കാരിനെ നിയമിച്ചത്. ഓ, നിന്റെ പറച്ചൽ കേട്ടാത്തോന്നും നീയാണ് പുതിയ സർക്കാരിനെ നിയമിച്ചതെന്ന്. അതെ മനുഷ്യ, അതെ. എന്നെ പോലുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ നിറവേറ്റി തരുന്നത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായി കേരളത്തിൽ ജീവിക്കാം. ഇനി ഞങ്ങൾക്ക് ആരെയും പേടിക്കണ്ട. ദേ സൂക്ഷിച്ചോ, ഇനിയങ്ങാൻ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടല്ലോ, ഒലക്കെ എടുത്ത് അടിക്കും ഞാൻ. ഇനി നിങ്ങളുടെ പൈസയും വേണ്ട, പത്രാസും വേണ്ട, സ്വന്തമായിട്ട് ജീവിക്കാനേ ഞങ്ങൾക്കറിയാം. എനിക്ക് അമലോ, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നീ പറഞ്ഞതൊക്കെ സത്യാണോ? സത്യാണോ കള്ളാണോ തിരിയണെങ്കിലേ ആ ലാപ്ടോപ്പ് അവിടെ പൂട്ടി വെച്ചിട്ട് വല്ല ന്യൂസ് എടുത്ത് വായിക്ക്. അപ്പ തിരിയും സത്യാണോ കള്ളാണോ എന്നൊക്കെ. അല്ല പിന്നെ പപ്പ, പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. അതേ മോളെ, ഇനി പാർക്കാവും മമ്മീനെ ഒന്ന് പിടിച്ചു വെക്കാൻ. ഇനിയിപ്പോ നാട് നീളെ തെണ്ടലായിരിക്കും. കുഞ്ഞമ്മയുടെ മോളെ കാണാനും അമ്മയുടെ മോളെ കാണാനും ഇനി നിനക്ക് നിന്റെ മമ്മിയെ കിട്ടുമെന്ന് തോന്നുന്നേ ഇല്ല. സാരയില്ല പപ്പ, മമ്മി എൻജോയ് ചെയ്യട്ടെ. അതെ അതെ, ഇതേ ഞങ്ങളെ പോലുള്ള ആണുങ്ങന്മാർക്ക് കിട്ടിയ 8ന്റെ പണിയാണ്. എന്താണെങ്കിലും വല്ലാത്തൊരു വിദ്യയായിപ്പോ എന്റെ ഗവൺമെന്റ്.